കിയ സെൽറ്റോസ് ഒട്ടനേക വിശേഷങ്ങളും അതിലേറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു കാർ ബ്രാൻഡാണ് കിയ. ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ഇത്രയധികം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു കാർ ബ്രാൻഡ് വേറെ തന്നെ ഇല്ല. ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദിസ് ഇസ് മൈ ഫ്രണ്ട്സ് കിയ സെൽറ്റോസ്. Shorty said she coming with a back, with a fan, with a young, coming with a back, with a fan, with a young, coming with a back, with a fan, with a young, coming with a back, with a Shorty said she coming with a. കിയ എന്ന ബ്രാൻഡിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറയാന്ന് വെച്ചാൽ മെയിൻലി കിയ യൂസേഴ്സ് എക്സ്പാൻഡ് ചെയ്യുക കൊറിയൻ ഇന്റർനാഷണൽ ഓട്ടോമോട്ടീവ് എന്നാണ്. ബട്ട് ശരിക്കും ഈ കൊറിയക്കാർ ഇതിന് വേറൊരു മീനിങ് കൊണ്ടാണ് ഈ കിയ എന്നുള്ള പേരിട്ടേക്കുന്നത്. ഈ കൊറിയയിൽ കി ആൻഡ് ആ എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വെച്ചാൽ വേറൊരു മീനിങ് ആണ് വരിക. ഈ കി എന്ന് പറഞ്ഞാൽ റൈസിങ് എന്നും ആ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്നാണ്. ഈ ഈസ്റ്റ് വരാനുള്ള മെയിൻ കാരണം കൊറിയൻ ഒരു ഈസ്റ്റേൺ മോസ്റ്റ് കൺട്രിയാണ്. നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെച്ചാലും ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിലാണ് നമ്മുടെ ഈ കൊറിയ കിടക്കുന്നത്. സോ റൈസിങ് ഫ്രം ദ ഈസ്റ്റ് എന്നാണ് ഈ കിയയുടെ അർത്ഥം ശരിക്കും ഈ കൊറിയക്കാരിട്ടത്. അതുകൊണ്ടാണ് ഈ കിയ എന്നൊരു ബ്രാൻഡ് നെയിം വന്നത്. കിയയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1944 ഏറ്റവും ആദ്യം കിയ എന്നൊരു ബ്രാൻഡ് രൂപം കൊണ്ടത്. ഫസ്റ്റ് ഒക്കെ ചെറിയ ചെറിയ സൈക്കിൾ പാർട്സ് മാനുഫാക്ചറിങ് ആണെങ്കിലും 1952 കിയ എന്നൊരു നാമം രൂപം കൊണ്ടതും ഹോണ്ടയുടെ ലൈസൻസിൽ മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചു തുടങ്ങിയതും. പിന്നെ 62 ഇവർ മസ്ദയുടെ ലൈസൻസ്, അതായത് നമ്മുടെ ജാപ്പനീസ് കമ്പനിയായ മസ്ദയുടെ ലൈസൻസ് എടുത്ത് ചെറിയ ചെറിയ ട്രക്കുകൾ പണിതു തുടങ്ങി. പിന്നീട് 74 ഇവർ കാർ മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ കമ്പനി പൂട്ടി പോവുകയും ഫോർഡിന്റെ നേതൃത്വത്തിൽ ഈ കാർ കമ്പനി തിരിച്ചു വരികയാണ് ചെയ്തത്. ആ ടൈമിൽ ഫോർഡിന്റെ നേതൃത്വത്തിലാണെങ്കിലും നമ്മുടെ മസ്ദയുടെ 121 മോഡൽ ബേസിലാണ് നമ്മുടെ ഈ കാറ് പണിതുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ കിയയുടെ 51% ഷെയറും നമ്മുടെ ഹ്യുണ്ടായുടെ കയ്യിലാണ്. ഹ്യുണ്ടായുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കിയ എന്ന ബ്രാൻഡ് നിലനിൽക്കുന്നത്. അത് കഴിഞ്ഞ് 2005 യൂറോപ്യൻ മാർക്കറ്റ് കൂടി കീഴടക്കി പിന്നെ കിയയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2019 കിയ എന്നൊരു ബ്രാൻഡ് ഇന്ത്യയിൽ വരുന്നത്. അവരുടെ ഏറ്റവും മുകളിലാണ് സെൽറ്റോസ്. വന്നപ്പോൾ തന്നെ ഒരു റെക്കോർഡ് വിജയം ഇട്ടിട്ടാണ് നമ്മുടെ കിയ എന്ന ബ്രാൻഡ് വന്നത്. അതായത് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നതും ഏറ്റവും കൂടുതൽ വിറ്റുപോയ മോഡലാണ് നമ്മുടെ കിയ. അതിൽ വേറൊരു ഫണ്ണി പാട്ട് എന്നിട്ടാന്ന് വെച്ചാൽ കിയയുടെ സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ കിയ സോണറ്റ് ആണ്. ബട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഏതാ? നമ്മുടെ കിയ സെൽറ്റോസ്. അതിപ്പോ ബെൻസിന്റെ കാര്യം എടുക്കാൻ വെച്ചാലും സി ക്ലാസ് ആണ് എൻട്രി ലെവൽ കാർ. ബട്ട് അതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും ഈ ക്ലാസ്സിനാണ്. നമ്മുടെ ബി എമ്മിന്റെ കാര്യം എടുക്കാൻ വെച്ചാലും സിമിലർലി 5 സീരീസ് ആണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. അങ്ങനത്തെ ഒരു ഫണ്ണി പാട്ട് നമ്മുടെ ഈ കിയയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫീച്ചർ റിച്ച് ആയിട്ട് വന്ന കാറും കൂടിയാണ് നമ്മുടെ ഈ കിയ. അതുവരെ MG ഹെക്ടർ ആയിരുന്നു ഭയങ്കര ഫീച്ചറും ഏറ്റവും വലിയ നമ്മുടെ കുഴപ്പമില്ലാത്ത മിഡ് റേഞ്ച് സെഗ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കിയ വന്ന പിന്നെ MG ഹെക്ടറിനെ പിടിച്ചിക്കാൻ പറ്റിയില്ല. MG ഹെക്ടേഴ്സും നമ്മുടെ ഫീച്ചേഴ്സ് കൂട്ടി തുടങ്ങി. അതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ മഹേന്ദ്രയുടെ XUV 700 ഇറക്കി. അവരും പെടയിട്ട് ഫീച്ചേഴ്സ് കൂട്ടി തുടങ്ങി. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വരാനായിട്ടുള്ള കാരണം അതിനൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാറാണ് നമ്മുടെ കിയ സെൽറ്റോസ് എന്ന് പറയുന്നത്. ഈ കാറിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ യൂസർ എക്സ്പീരിയൻസ് അറിയാനും നമ്മുടെ ഫ്രണ്ടും അതിലുപരി ഇതിന്റെ ഓണറുമായ ആദിത്യനെ നമുക്ക് ക്ഷണിക്കാം. കമോൺ ആദിത്യ. നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ഈ കാറിന്റെ ഓണറാണ്. അപ്പോൾ ഈ കാർ എടുത്തിട്ട് ഏകദേശം എത്ര നാളായി? ഇതിപ്പോ ഏകദേശം 3 വർഷം ആവാറായി. സെപ്റ്റംബറിൽ എടുത്തത് 2021. അപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, നമ്മൾ +1 പഠിക്കുമ്പോഴാണ് ആ സമയത്ത് ഇത് കിട്ടാൻ പാടായിരുന്നു. കാരണം ആ സമയത്ത് സെമി കണ്ടക്ടറിന്റെ ഷോർട്ടേജ് കൊറോണയുടെ ടൈമില്. അപ്പോ അത് ബുക്കിംഗ് ഇത്തിരി ടൈം എടുത്തു. പക്ഷെ ഭാഗ്യത്തിന് വേറെ ആള് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി. അവർക്ക് പക്ഷെ കളറോ എന്തോ ഫൈനാൻസ് എന്തോ സെറ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് ഭാഗ്യത്തിന് ഉദ്ദേശിച്ച കളർ തന്നെയായിരുന്നു. അപ്പൊ ഇത് നമുക്ക് കിട്ടി, സമയത്ത് കിട്ടി. ഭാഗ്യത്തിന് കറക്റ്റ് ബർത്ത്ഡേന്റെ സമയത്ത് തന്നെ കിട്ടി. ഓ, എനിക്ക് ഓർമ്മയുണ്ട്, നീ അന്ന് കിയയുടെ മുന്നേ ഈ ഒരു സെഗ്മെന്റിൽ ഒരു ഹോണ്ട സിറ്റി നോക്കണ്ടായിരുന്നു. നമ്മള് ഫസ്റ്റ് ഹോണ്ട സിറ്റിയാണ് നോക്കിയത്. അപ്പനും എനിക്കും സെഡാനായിരുന്നു ഇത്തൂടെ ഇഷ്ടം. പിന്നെ നമ്മൾ നോക്കിയപ്പോ ഓൾറെഡി ഇതിനു മുമ്പ് സുസുക്കി സിയാസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോ അതാണെങ്കിൽ ഓൾറെഡി നമ്മൾ സെഡാൻ ഉണ്ടായിരുന്നു. സെഡാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോലെ പിന്നെ അമ്മയ്ക്ക് കൂടുതൽ ഈ കോമ്പാക്ട് സീരീസ്, അപ്പോ നമ്മള് കോമ്പാക്ട് SUV നോക്കാന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഹോണ്ടനെ വെച്ച് നോക്കുമ്പോ കൂടുതൽ ഫീച്ചേഴ്സ്. എഞ്ചിന്റെ റിലയബിലിറ്റി അനുസരിച്ച് കിയ ആണോ ഹോണ്ട ആണോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്? ഇപ്പൊ എന്റെ വണ്ടി ആയതുകൊണ്ട് കിയാണോ പറയാം. പക്ഷെ ഹോണ്ടയാണ് ഇത്തൂടി മെയിൻലി നമുക്ക് എല്ലാവർക്കും അറിയാലോ, പണ്ട് തൊട്ടുള്ള കമ്പനി ആയതുകൊണ്ട് അവർ നല്ല ഇതാണ്. പക്ഷെ ഇതിനും ഇതുവരെയായിട്ട് പണിയൊന്നും തന്നിട്ടില്ല. ഹോണ്ടന്റെ അത്രയും ചിലപ്പോ പോയിരിക്കില്ല, എന്നാലും അത്യാവശ്യം റിഫൈൻഡ് ചെയ്യും നമ്മളുടെ ഇതിന്റെ ഡീസൽ വേർഷൻ ആയാലും ശബ്ദം അറിയില്ല. ഇത് പെട്രോൾ വേർഷൻ ആണല്ലേ? ഇത് പെട്രോൾ വേർഷൻ. ഡീസൽ ട്രാൻസ്മിഷൻ ഏതാ വരുന്നത്? IVT? ഇതില് ട്രാൻസ്മിഷൻ ഇപ്പൊ നമ്മളുടെ ഉള്ളത് IVT. പിന്നെ DCT വരുന്നുണ്ട്.
മെയിൻ ആയിട്ട് ആ രണ്ടെണ്ണം വരുന്നത്. DC ആകുമ്പോൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് GTX വേരിയന്റ്, 7 സ്പീഡ് ഓട്ടോ വരുന്നത്, ഡ്യുവൽ ക്ലച്ച് വരും. ഇതാണ് IVT വരുന്നത്. ഇതാകുമ്പോ ഓൾമോസ്റ്റ് CVT ടൈപ്പ് പോലെ തന്നെ. ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് പകുതി പേർക്ക് IVT എന്താ സംഭവം എനിക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അതിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് വരുന്നത്? ഞാൻ വലിയ എക്സ്പേർട്ട് അല്ല, പക്ഷെ IVT എന്ന് പറയുമ്പോൾ ഏകദേശം CVT IVT ഓൾമോസ്റ്റ് സെയിം പോലെ. അതിന് ടെക്നിക്കലി ഒരു ഗിയർ ഇല്ല. പക്ഷെ ആ വണ്ടിക്ക് ഞാൻ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫുൾ കംഫർട്ട് ആയിട്ടുള്ള വണ്ടികൾക്ക് അത് ഉപയോഗിക്കുക. കാരണം നമ്മളിപ്പോ നല്ല സ്പീഡിലുള്ള ഓടിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഫസ്റ്റ് ഗിയറിന് സെക്കൻഡ് പുള്ളുണ്ടാവും. CVT IVT അത് അറിയില്ല. ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. RPM കൂടുന്നത് കാണും, ശബ്ദം ഉണ്ടാവും, പക്ഷെ വലിയത് പതുക്കെയായിരിക്കും പോകുന്നുണ്ടാവുക. ഇതിന് പറയുമ്പോ IVT എന്ന് പറയുമ്പോ ബെൽറ്റ് ആണ്. CVT ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോ അതും ബെൽറ്റ് തന്നെ, പക്ഷെ ഇത് ചെയിൻ, അത് ബെൽറ്റ്, അത്ര വ്യത്യാസമുള്ളൂ. നീ ഇപ്പോ 3 years ആയി വണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോ ഇതിന്റെ നമ്മൾ മെയിൻ ആയിട്ട് ഈ വീഡിയോ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കിയനെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോ ഇതിന്റെ കംപ്ലൈന്റ്സ്, എന്തൊക്കെ കംപ്ലൈന്റ് ആണ് നീ ഫേസ് ചെയ്തിരിക്കുന്നത് ഈ കാറിൽ? കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ അത്ര കംപ്ലൈന്റ് ഇല്ല. എന്റെ വണ്ടി എന്ന് പറയുന്നതല്ല, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ പെയ്യുമ്പൊക്കെ ഈ വീർപ്പം തട്ടുമ്പൊക്കെ ഇവിടെ ഫോഗിയ വിത്തിരി. അത് നമുക്കാണെങ്കിൽ തുടയ്ക്കാനും എല്ലാവരും ഉള്ളിലെ വരെ വീർപ്പം. അതൊരു പ്രശ്നമായിട്ട്, വലിയ പ്രശ്നമല്ല, പക്ഷെ ലൈറ്റ് അടിക്കുമ്പോ ഇടയ്ക്ക് ഇത്തിരി ഡിസ്റ്റൻസ് കുറയും ആ ഫോഗിയ നിൽക്കുന്നുണ്ട്. പിന്നത്തെ പ്രശ്നം ഞാൻ വേറൊരു കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട്, അതായത് ഹെഡ് ലൈറ്റിന് അധികം വിസിബിലിറ്റി ഇല്ല എന്ന്. അത് ഉണ്ട്, പക്ഷെ അത് ഇല്ല. അതെങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. ലൈക്ക് നമ്മള് ഫസ്റ്റ് ആ ഇഷ്യൂ ഫേസ് ചെയ്തു. പിന്നെ നോക്കിയപ്പോ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ലൈറ്റ്. അപ്പൊ ഇത് ഓൾറെഡി ഏറ്റവും താഴേക്കാണ് നിൽക്കണ്ടായിരുന്നെ. അപ്പൊ നമുക്ക് വിസിബിലിറ്റി കുറവായിട്ട് തോന്നി. ഓപ്പോസിറ്റ് വണ്ടി ഹൈ ബീം അടിക്കാൻ നമ്മളുടെ കണ്ണടിച്ചു, നമുക്ക് റോഡ് അത്ര കാണില്ല. പക്ഷെ ഈ അടുത്ത് അപ്പൻ ജസ്റ്റ് ഇത് മോളിക്കാക്കി നോക്കി. അപ്പോ ഒരു 50% പ്രോബ്ലം സോൾവ് ആയി. നമുക്ക് വിസിബിലിറ്റിയും കൂടി. കണ്ണിക്ക് ഏത് വണ്ടി അടിച്ചാലും കണ്ടു, പക്ഷെ എന്നാലും കുറെ ലിമിറ്റ് വരെ കുഴപ്പമില്ല. നല്ല അത്യാവശ്യം പവറുള്ള വണ്ടിയാ, ഐ മീൻ പവറുള്ള ലൈറ്റാ. വേറെ അത്ര പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടില്ല. ബ്രേക്കിന് മെയിനും ഒന്നും. ബ്രേക്ക് സൂപ്പർ, അത് പറയാണ്ടിരിക്കാൻ. അത് ഡിഫക്റ്റ് ആണെന്നറിയാം, പക്ഷെ ഡിഫക്റ്റ് അല്ലെങ്കിലും ബ്രേക്ക് നല്ല ബ്രേക്ക്. ബ്രേക്കിന് ഇതുമായിട്ട് പണി കിട്ടിയിട്ടില്ല. ആകെ ബോഡി ശക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തിരി ഇതാണ്. പക്ഷെ നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു 30 lakhs ആ ഒരു സെഗ്മെന്റിലാണ് ഈ വണ്ടി വരുന്നത്. ആ പ്രൈസ് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല. ആ പ്രൈസ് വെച്ച് നോക്കുമ്പോ ഫീച്ചേഴ്സും ഇത് വരുമ്പോ കോംപ്രമൈസ് ഉണ്ടാവും. കട്ടിങ് ചെയ്യാം. പക്ഷെ വെയിറ്റ് കുറവായാലും നമ്മൾ ആ ദിവസം പത്രത്തിലുണ്ടപോലെ ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അത് ആൾ അത്രയ്ക്ക് സ്പീഡിൽ പോയിട്ടായിരിക്കും പോയിണ്ടാവുക. അത്ര ഓടിക്കുമ്പോ വെയിറ്റ് കുറവൊന്നും തോന്നിയില്ല. പക്ഷെ ടാറ്റയായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എന്തായാലും സ്റ്റീൽ കമ്പനി അതിലൊക്കെ മുട്ടില്ല. പക്ഷെ പേപ്പറിൽ കാണുമ്പോ കൺസേണിങ് ആണ്. കാരണം 3 star റേറ്റിംഗ് ഉള്ളൂന്ന് പറയുമ്പോ. പിന്നെ അതുമാത്രല്ല, ആ ടൈമില് നമ്മള് എനിക്കോട് നോർത്ത് സൈഡിലാന്ന് തോന്നുന്നു ആ കാർ ഇടിച്ച് 2ആയിട്ട് സ്പ്ലിറ്റ് ആയത്. ആ ടൈമിൽ ഭയങ്കര ബുക്കിങ്ങിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു ഇത്തിരി ദിവസത്തേക്ക്. ബട്ട് അതൊന്നും വലിയ കാര്യമായിട്ട് ആയിട്ടില്ലെങ്കിലും ഇപ്പോഴും നമ്മുടെ റോട്ടിൽ ഇറങ്ങിയ കുറെ കിയ സെൽറ്റോസ് കാണാം. അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ വണ്ടി അത്രയ്ക്ക് സ്പീഡിലും അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് വരാൻ കാരണം അവരുടെ ആ സ്പീഡില് അതിപ്പോ ഏത് BMW ടാറ്റ ആയാലും ഇത്രയ്ക്ക് അടിച്ച് ഇത്രയ്ക്ക് പീസാവില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഔഡി വരെ അടിച്ച് ഇതായിണ്ട്. പോസ്റ്റും ഒരു പോൾമോ പോയി ഇതായി. അപ്പൊ ഏത് കാറാണെന്ന് വെച്ചാലും ഞാൻ പറയാം, പൊതുവെ ഇതിന് ശക്തി കുറവാണ്. അത് എടുത്ത് പറയേണ്ട സംഭവമാണ് 3 സ്റ്റാറിന്. കാരണം പുറത്തത്തെ രാജ്യങ്ങളിൽ ഇതിൽ 4 star 5 സ്റ്റാറിന്റെ അടുത്തെങ്ങാട് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോഴാണ് ഈ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിന് പവർ കുറയും. അതുകൊണ്ടാണ് ഒരു ചെറിയ കൺസേൺ. പുറത്ത് അവര് കൊടുക്കാനുള്ള ഇവിടെയും കൊടുക്കാറുണ്ട് അവർക്ക്. ഇത് 1.5 ലിറ്റർ എഞ്ചിനല്ലേ? എഞ്ചിൻ 1.5 ലിറ്റർ. അതിന്റെ പുള്ളിങ്ങും ഇതൊക്കെ എങ്ങനെയുണ്ട്? പുള്ളിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എത്ര മോഡുണ്ട്? സ്പോർട്ട് കുറെ മോഡുകളൊക്കെ ഇതില് നമുക്ക് GTX വേരിയന്റിൽ കുറെ മോഡ് വരുന്നുണ്ട്. ട്രാക്ഷൻ മോഡ്, സ്നോ വരുന്നുണ്ട്, ഡെസേർട്ട്, പിന്നെ അതുപോലെ തന്നെ കുറെ മോഡുകൾ വരുന്നുണ്ട്. പിന്നെ ടെർബോ ചാർജ് ആണ്. ഇത് ടെർബോ ചാർജ് അല്ല, ഇത് നാച്ചുറൽ 1.5 പെട്രോൾ എഞ്ചിൻ, 4 cylinder എഞ്ചിൻ. വലിയെന്ന് പറയുമ്പോൾ അത്യാവശ്യം DCTന്റെ അത്ര പവർ ഉണ്ടാവില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് IVT. അപ്പൊ കൂടുതൽ ശബ്ദം വരും ഫസ്റ്റ്, എന്നിട്ട് ആ പതുക്കെ അത് വലിഞ്ഞു പോകും. നമുക്ക് ഇത്തിരി കംഫർട്ട് ടൈപ്പ് പോലത്തെ ഉള്ള ആൾക്കാരാണ് ഇത് കൂടുതൽ നോക്കുക. സ്പോർട്ടി വേരിയന്റ് ആണെങ്കിൽ DCT എടുക്കേണ്ടി വരും. അതാകുമ്പോൾ ഇത്തിരി പഞ്ചും. അത് ഞാൻ ഓടിച്ചു നോക്കിണ്ടായിരുന്നു ടെസ്റ്റ് ഡ്രൈവ്. അത് ഇത്തിരി നല്ല പവറാണ്. അത് ടെർബോ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആയിരുന്നു ആ സമയത്ത് വെച്ച് നോക്കുമ്പോ. പിന്നെ ആ ടൈമിൽ 20 lakhന്റെ അടുത്ത് GTX 22-20 റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് അത്ര ഉണ്ട്.
13 ഇത് നീ എടുത്ത് എത്ര ലാക്കാ? ഇത് നമ്മള് 17 എങ്ങാണ്ടായിരുന്നു. പിന്നെ നമ്മള് എക്സ്ട്രാ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതില് മെയിൻ ആയിട്ട് ഡിഫക്റ്റ് എന്ന് പറയാനില്ല, പക്ഷെ അവർക്ക് ആഡ് ചെയ്യാറുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് സ്പേസ് നമ്മൾ എടുക്കുമ്പോ നമുക്ക് ഫിസിക്കൽ ബട്ടൺ ഇല്ല. പോരാത്ത നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളുടെ പോലത്തെ ചെറുപ്പത്തിൽ പിന്നെയും എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നെക്കി കഴിഞ്ഞാൽ ജസ്റ്റ് അൺലോക്ക് ഉള്ളു. പിന്നെ ഒരു പ്രാവശ്യം നെക്കിയിട്ട് വേണം നമ്മള് മോളിക്ക് നോക്കാനായിട്ട്. പിന്നെ ഇതില് ബട്ടൺ ഉണ്ട്, ബട്ടൺ നെക്കിയാലും ജസ്റ്റ് അൺലോക്ക് ഉള്ളു. അത് ഇത്തിരി ബൂട്ട് സ്പേസ് അല്ല, ഈ ബൂട്ട് ട്രങ്ക് തുറക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അവർക്ക് വെക്കാറുണ്ട് ഇത്ര ഫീച്ചർ കൊടുത്തിട്ട്. അതും മെയിൻ സംഭവം ഒരു ഫാമിലി കാർ എന്ന രീതിയിൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആണ്. 433 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് ഇതൊക്കെ വരുന്നത്. വെൽപ്പണി റിമൂവ് ചെയ്യാൻ പറ്റൂലേ? നമ്മള് നൈസായിട്ട് ഇങ്ങനെ ചെയ്യുക, അത് കഴിഞ്ഞിട്ടൊന്ന് എടുക്കുക, പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി. ഓക്കെ. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്തേക്കുന്നത്? നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ആഡ് ഓൺ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ സ്പോയിലേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എക്സ്ട്രാ നമ്മൾ വെച്ചതാ. പിന്നെ അതുപോലെ തന്നെ ഉള്ളില് ഈ ഒരു ഷീൽഡ് ഉണ്ട്. ഈ സൺഡേ ഷീൽഡ് അത് എക്സ്ട്രാ വന്നതാണല്ലോ. ഇതില് സൈഡില് രണ്ട് ബാക്ക് സീറ്റിലുണ്ട് ഡോർ. അതാകുമ്പോ ചൂട് കുറയും, ഉള്ളിക്ക് അടിക്കല് കുറയും. അപ്പൊ നമ്മള് വെച്ച് വെച്ചിട്ടത് മാഗ്നറ്റിക്. അത് എനിക്ക് തോന്നുന്നു എലോയ് എക്സ്ട്രാ ചെയ്താന്നു. അതുപോലെ തന്നെ നമ്മളുടെ എല്ലോയും ഇതുപോലെ തന്നെ ബ്ലാക്കും പിന്നെ റെഡ് ഒരു ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. GTX അങ്ങനെയാ. നമ്മള് GTX ഇഷ്ടപ്പെട്ടപ്പോ സ്പോർട്ടി ടച്ച് വരാൻ. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ സൈഡ് മിററിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതും. പിന്നെ ഈ ബൂട്ട് സ്പേസിന്റെ കാര്യം പറയുമ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഇതാ എന്തോരോ സ്ഥലം ആ സീറ്റ് കൂടി മറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കാം, ക്യാമ്പ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെ. അത്രയധികം നല്ല സ്പേസ് ഉണ്ട്. ഈ പ്രൈസ് സെഗ്മെന്റ് വെച്ച് അത്യാവശ്യം അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫാമിലി കാറിനോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയ ഫാമിലി ഫ്രണ്ട്ലി. ഇത് നമ്മൾ എത്ര കേസാന്ന് പറയും ഇവിടെ വെക്കാം, നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെക്കാം, എങ്ങനെയാന്ന് വെക്കാം. അതുപോലെ തന്നെ ഇടയ്ക്ക് എന്റെ അനിയത്തിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടിലിരുന്ന് പോകുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഇടയ്ക്ക് അവളെ ഇവിടെ ഇരുത്തും, പാർസൽ വെച്ചിട്ട് പില്ലോസ് ഒക്കെ ഇവിടെ സെറ്റ് ആയി അവള് ഫോൺ നോക്കി സമാധാനത്തില് ബോട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ ഈ കാറിന്റെ ഡിസൈൻ വൈസ് നോക്കുമ്പോ ക്രെറ്റയുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഈ കാർ വരുന്നത്. അപ്പൊ നിന്നോട് ഞാൻ ചോദിക്കാണ്, ക്രെറ്റയാണോ സെൽട്ടോസ് ആണ് ലുക്ക് വൈസിലും ഡിസൈൻ വൈസിലും ഫീച്ചർ വൈസിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ലുക്ക് വൈസ് കൂടുതൽ നോക്കുകയാണെങ്കിൽ അത് ഒരേ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ ഞാൻ സിമ്പിൾ ടേംസിൽ എന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഇത്തിരി ഞാൻ രണ്ടും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്രെറ്റ ഇത്തിരി എന്താ പറയാ കൂടുതൽ കംഫർട്ട് ടൈപ്പാ. അതിന്റെ സസ്പെൻഷൻ ആയാലും നമ്മളിപ്പോ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് ടേണിംഗ് ഒക്കെ ഹെയർ പിന്നിലൊക്കെ പോവാണെങ്കിലും സ്റ്റെബിലിറ്റി അല്ല, അത് ബോഡി റോൾ ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സസ്പെൻഷൻ സോഫ്റ്റാ. എത്ര വലിയ കുണ്ടും കുഴി പറഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് തിരിക്കുമ്പോ ബോഡി റോൾ ഉണ്ടാവും ചെറുതായിട്ട്. ഇതെന്ന് പറയുമ്പോൾ കൂടുതൽ വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടാവുന്നതായിരിക്കും. കാരണം സസ്പെൻഷൻ സ്റ്റിഫാ. പോരാത്തിന് നമ്മൾ എത്ര സ്പീഡിലായിട്ട് വണ്ടി തിരിക്കുകയാണെങ്കിലും നല്ലൊരു ടേണിംഗിൽ വരികയാണെങ്കിലും വണ്ടി നല്ല ഗ്രിപ്പി ആയിട്ട് നിൽക്കും. എന്താ പറയാ സ്പോർട്ടി ഒരു ഫീൽ കിട്ടും. നമ്മൾ പാളൂന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാവില്ല. ക്രെറ്റയിൽ എനിക്ക് അത് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഡിസൈൻ വൈസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഡിസൈൻ വൈസ് എനിക്ക് കൂടുതൽ സെൽറ്റോസ് ആണ് ഇഷ്ടം. ഇതുകൂടി ഒരു അഗ്രസീവ് ഒരു സ്പോർട്ടി ടച്ച് എനിക്ക് തോന്നിയത് ഇതാണ്. എനിക്ക് തോന്നുന്നു 2021 ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് വന്നു, ഒരു പുതിയൊരു ടൈപ്പ്. എനിക്ക് ആ ഒരു ഫേസ് ലിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്കും സെൽറ്റോസിന്റെ ഡിസൈനാണ് എനിക്ക് ഇഷ്ടം. ഒരു ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ഇറ്റാലിയൻ ടച്ച് അവർ നോക്കി. ബാക്ക് ആയാലും നമ്മളുടെ ഒരുമാതിരി സിട്രോൺ വണ്ടിയില്ല അതുപോലത്തെ ഒരു ഇറ്റാലിയൻ ടച്ചാണ് അവർ ബാക്കും ഫ്രണ്ടും എടുത്ത്. ചില ആൾക്കാർക്ക് പക്ഷെ അത് ഇഷ്ടപ്പെടും. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് കിയ സെൽറ്റോസിന്റെ ഒരു ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓടിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സെൽറ്റോസ് അവർക്ക് ഇഷ്ടമുള്ളൂ. അത് ഞാൻ ഓടിച്ചു നോക്കിയോണ്ട് പറയാം, രണ്ടും നല്ല ഡിഫറെന്റ്. കൂടുതൽ ഫാമിലിയും കംഫർട്ട് മാത്രമാണെങ്കിൽ ക്രെറ്റ നോക്കുന്നതായിരിക്കും വേദം. പിന്നെ ആകെ എനിക്ക് വിഷമായത് ഇതിലവര് പാനറോമിക് സൺറൂഫ് കൊടുത്തില്ല. പിന്നെ അതിന് ഇത്തിരി വിലയും കൂടുതൽ ആ സ്പെക്കുള്ള പേര്. പക്ഷെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് ചെറുതാണ് ഇഷ്ടം. നമ്മള് ആകാശം നോക്കി പോകേണ്ട ഒരു ആവശ്യമില്ല, ആവശ്യത്തിന് മാത്രം സാധനം ഓൺ നമ്മൾ തുറന്നിടുന്നതാണെന്നല്ലേ. ശരിയാണ്. അതിപ്പോ നമുക്ക് ഓൾറെഡി ഇപ്പോ
പണ്ടത്തെ വണ്ടി സിയാസ് പറഞ്ഞു, സിയാസിൽ സൺറൂഫേ ഇല്ലായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വലിയൊരു അപ്ഗ്രേഡാ. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ രാത്രിയൊക്കെ മഴക്കാലത്തൊക്കെ ട്രിപ്പ് പോകുമ്പോ ജസ്റ്റ് വീട്ടുകാരുടെ ഒപ്പം മഴക്കാലത്ത് നല്ലൊരു റിലേറ്റീവിന്റെ വണ്ടിയിലൊക്കെ അവർക്ക് ഈ പാനറോമിക് ഉള്ളപ്പോ അത് നല്ല അപ്പന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഇനി മേടിക്കാലോ നമുക്ക്. അതെ അതെ, ലെക്സസിന്റെ അങ്ങനെ വല്ല ലെക്സസിന്റെ SUV പാനറോമിക് ഉണ്ടോ? ലെക്സസിൽ അത്യാവശ്യം ഉണ്ട്. പക്ഷെ ലെക്സസില് കുറെ പൈസയും പൊട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് നമുക്ക് ഇതൊക്കെ സുഖമായിട്ട് മേടിക്കാന്നുള്ളത്. ക്യാഷിങ്ങിന് എറിഞ്ഞെറിഞ്ഞ്. അതെ, പിന്നെ പെനോരമിക് ഉള്ളത് പോഷയിലുണ്ടോ? ഇല്ല, പോഷയിലുണ്ടോ? ആ ഒരു പോഷെ ഈ അടുത്ത് തന്നെ മേടിക്കാം. അതെ അതെ ഗൈസ്, യൂട്യൂബിൽ വലുതായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് തരേണ്ടിയിരിക്കും. അതെ അതെ. എങ്ങനെയുണ്ട് ഡൊമ്മ വണ്ടി ഓടിക്കാൻ? വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. ഈ വഴി നന്നാക്കിയില്ലേ? പെഡൽ ഷിഫ്റ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല വൈബായാണ് ഓടിക്കാനായിട്ട്. അത് ഇതിന്റെ അടുത്ത മോഡലുണ്ട്. ഇതിന്റെ നമ്മുടെ ഈ HTX തന്നെ അടുത്ത വർഷം ഇറങ്ങിയ മോഡല് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോ എനിക്ക് ചെറിയൊരു വിഷമായി. അത് പറയാൻ മറന്നു. ഈ മോഡലിന്റെ പേര് ഇത് കിയ സെൽറ്റോസ് വരുന്ന HTX മോഡലാണല്ലോ വരുന്നത്. ഇത് നമ്മളുടെ കിയ സെൽറ്റോസ് HTX മോഡല്. ഇതിന്റെ ടോപ്പാണ് GTX, പിന്നെ അതിന്റെ മുകളിലാണ് X-Line മോഡൽ പറയാം. X-Line ആകുമ്പോൾ ഫുൾ മാറ്റ് ആയിരിക്കും. പിന്നെ ടയർ അതുപോലെ തന്നെ 18 ഇഞ്ചിന്റെ ആയിരിക്കും. വേറെ വ്യത്യാസമില്ല. ഉള്ളിൽ തുടി ബ്ലൂ കളർ ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ സീറ്റൊക്കെ വൈറ്റ് ആയതുകൊണ്ട് അതിൽ തുടി ബ്ലൂ കളർ ആയിരിക്കും. വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. GTX എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഫുൾ ഇന്റീരിയർ ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ടെർബോ ഉണ്ടാവും, പെഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഡ്രൈവ് മോഡ്സ് ഉണ്ടാവും. ടെറൈൻ പോലത്തെ, ഈ ഡെസേർട്ട്, സ്നോ, അതുപോലത്തെ ഓരോ ഓപ്ഷൻസും. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടാവില്ല. അതിന് പറയുമ്പോൾ നമ്മളുടെ GTX വേരിയന്റിൽ വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചാർജിങ് ഉണ്ടാവില്ല, വയർലെസ് ചാർജിങ്. അതും നമ്മളുടെ GTX ഉണ്ടാവുള്ളൂ. പിന്നെ വലിയ വെന്റിലേഷൻ സീറ്റ് ഇപ്പോ കിയ പുതിയൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഒരു 9000 റുപ്പീസ് കൊടുത്ത ഒരു മാറ്റ് പോലത്തെ ഒരു സാധനം മേടിച്ച് സീറ്റ് വിടാൻ പറ്റും. ഞാൻ ഇന്നലെ കണ്ടാണ് കുറെ കേൾക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം തേർഡ് പാർട്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിയ ഇറക്കണതാന്ന് പറയുന്നത്. കിയയുടെ കമ്പനിന്ന് കിയ ആയിട്ട് ഇറക്കുന്നതാന്ന് പറഞ്ഞത് ആയിരിക്കും ചിലപ്പോ. അത് നമ്മളിത് വാങ്ങിച്ചോടുകൂടി പിന്നെ കാർ അത്ര നോക്കാലോ, ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ വേറെ നോക്കിയിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് മെയിൻ സംഭവം. പിന്നെ പെഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ആയിരിക്കും, ഇത് വൈറ്റ്. പിന്നെ ഡ്രൈവ് മോഡ്സ് ഉണ്ടാവും. പിന്നെ ഇതില് ഫീച്ചേഴ്സ് എന്ന് പറയാൻ വോയിസ് അസിസ്റ്റ് അതുണ്ട്. വോയിസ് അസിസ്റ്റ് ഉണ്ട്. നമ്മളുടെ വോയിസ് അസിസ്റ്റ് ഹേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൂഫ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ലോ ചെയ്യാൻ ടെമ്പറേച്ചർ ലോ ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ വിൻഡോസ് ഇല്ല എന്ന് തോന്നുന്നു കറക്റ്റായിട്ട്. അത്യാവശ്യം ഉണ്ട് ഇതുപോലത്തെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ നമ്മളുടെ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. വയർലെസ് അല്ല, വയർഡ് ആണ് ആൻഡ്രോയിഡ് ഓട്ടോ. അപ്പൊ മെയിനായിട്ട് അതുപോലത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. ഡ്രൈവിംഗിൽ ഏതൊക്കെ മോഡുള്ള സ്പോർട്സ് മോഡ് ഉണ്ടോ? ഡ്രൈവിംഗിൽ ഇതിൽ മാനുവൽ മോഡായിട്ട് നമുക്ക് ഒരെണ്ണം ഉപയോഗിക്കാം. പിന്നെ സ്പോർട്സ് മോഡ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ നോർമൽ ഓട്ടോമാറ്റിക് തന്നെ. പിന്നെ ഞാൻ ഈ കാറിൽ ഞാൻ ഇന്നാളെ ശ്രദ്ധിച്ചാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വേറെ പ്രീമിയം കാസിൽ കണ്ടിട്ടുണ്ടല്ല, ഈ ഒരു സെഗ്മെന്റിലെ കാസിൽ ഞാൻ കാണാത്തൊരു സംഭവമാണ് നമ്മള് കീ കൊണ്ട് എടുത്ത് വരുമ്പോ മിറേഴ്സ് ഒക്കെ ഓപ്പൺ ആവണതും. ചെറിയൊരു പ്രീമിയം ഫീച്ചർ ആണ് പ്രീമിയം കാസിലുണ്ട്. ബട്ട് ഈ ഒരു സെഗ്മെന്റിലെ കാസില് ഞാൻ തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ കണ്ട് കിയ സെൽറ്റോസിലാണ് ആ ഒരു ഫീച്ചർ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ചിലപ്പോ അത് അത്യാവശ്യം. പിന്നെ അത് പ്രീമിയം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ടോപ്പ് GTX വേരിയന്റ് നമുക്ക് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഉണ്ടാവും. നമ്മളുടെ ഈ UK ഓരോ വണ്ടികൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവും. ഓരോ ഹെഡ്സപ്പ് ഡിസ്പ്ലേ മുകളിൽ നമുക്ക് സ്ട്രേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ അതും തന്നെ ഡിസ്പ്ലേയിൽ തന്നെ കാണിക്കും ഈ സ്പീഡും ഓരോ സംഭവങ്ങളൊക്കെ. അത്യാവശ്യം ഉണ്ട് വലിയ. പിന്നെ മെയിൻ നമ്മളുടെ സൗണ്ട് സിസ്റ്റം ഇതില് ആർക്കമിസ് വരാനാണ്. ഇതിന് പറയുമ്പോ 2 ട്വീറ്റേഴ്സും പിന്നെ 4 സ്പീക്കറും. മറ്റേന്ന് പറയുമ്പോ 2 ട്വീറ്റേഴ്സും 4 സ്പീക്കറും ഒരു സബ് വൂഫർ കിട്ടും. അതും ബോസിന്റെ. അപ്പൊ നല്ലൊരു ഞാൻ ഓടിച്ചു നോക്കിണ്ടായിരുന്നു 2. അപ്പൊ അത് സൗണ്ട് എക്സ്പീരിയൻസ് മൊത്തത്തിൽ വേറെ ഇരിക്കാം. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്. Hey Kia, open sunroof.
Opening the sunroof. റണ്ണിങ്ങില് സൺറൂഫ് ഓപ്പൺ ആവൂലേ? ഇത് മെയിൻ ഇതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ക്ലോസ് സൺറൂഫ് പറഞ്ഞാൽ തിരിച്ച് ക്ലോസ് ആവും. പിന്നെ ടെമ്പറേച്ചർ ഇതുപോലെ തന്നെ വർക്ക് ആവും. How can I help you? ക്ലോസ് സൺറൂഫ്. Closing the sunroof. ഇതുപോലെ തന്നെ ടെമ്പറേച്ചർ പറഞ്ഞാലും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ പറയും. Help you. Lower the temperature. Decreasing temperature by 2 Celsius. അവരിങ്ങനെ ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്തിരി ഹാൻഡിയാണ് ഇടയ്ക്കിടയ്ക്ക്. ഈ റോഡ് കിണർ അത് ഇങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്. പിന്നെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല പുള്ളിങ് ഒക്കെ ഉണ്ട് കേട്ടാ. ഞാൻ റിയോന്റെ കാർ നമ്മള് എടുത്തു. എനിക്ക് AMT ആയിരുന്നു. അത് ഞാൻ ആക്സിലേറ്റർ കൊടുത്തതിന് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആ ഒരു പുള്ളിങ് ഫീൽ ചെയ്തത്. പക്ഷെ ആ ഒരു ഇത് എനിക്ക് ഇതില് ഫീൽ ചെയ്തില്ല. ഞാൻ ഇന്നാണ് ഈ ഒരു വണ്ടി എടുത്തു. പക്ഷെ അധികം ലോങ് എടുത്തില്ല. അന്ന് എനിക്ക് അധികം അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തു. അവിടെ നല്ല ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റി. ഡ്രൈവിങ് നല്ല രസമാണ് ഇത് ഓടിക്കാനായിട്ട്. ആ സസ്പെൻഷനും ഒക്കെ സ്റ്റിഫ് ആയതുകൊണ്ട് ഗ്രിപ്പ് കിട്ടും. പാളി പോകണമെന്ന് തോന്നില്ല. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഓടിച്ചേണ കാർ എന്ന് പറയാൻ റിക്സ് പോലത്തെ ഹാച്ച് ബാക്ക് കാസാ. പിന്നെ സെഡാനും. അതിന്ന് SUV ഓടിക്കുന്നതിന്റെ ഒരു ഇത് ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കുന്നതിന്റെ ഒരു ഫീല് കംഫർട്ട് ഒരു വേറെ തന്നെയാണ്. എന്തായാലും ഉണ്ടാവും. അത് എനിക്ക് ഇത് ഓടിക്കുമ്പോൾ അത് നമ്മള് ഇരിക്കാൻ ചേട്ടാ ഈ കോപ്പാസിന്റെ സീറ്റിൽ ഇരിക്കാൻ ചേട്ടാ എനിക്ക് ആ കംഫർട്ട് കിട്ടുന്നുണ്ട് ഓടിക്കുമ്പോഴും. ഞാൻ ഇപ്പോ ഈ ഒരു ടൈമില് എന്നോട് ചോദിക്കാണ് സെഡാനാണോ ഒരു SUV ആണോ പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ SUV പ്രിഫർ ചെയ്യുള്ളൂ. ഓടിക്കണ ഒരു കംഫർട്ട് എന്ന് പറയാൻ നമ്മളുടെ ഇപ്പത്തെ ഈ റോഡൊക്കെ വെച്ച് നോക്കുമ്പോ അത് തന്നെ പറ്റുള്ളൂ. നീ കണ്ടതല്ലേ റോഡ്? അതെ. ഇത് സ്പോർട്സ് മോഡ് ഇനി സൈഡിലേക്ക് ആക്കിയാൽ മതി. ഇപ്പൊ സ്പോർട്സ് ഫുള്ള് കൊടുത്തു. അതേ ഗിയറ് ആ സൗണ്ട് ശബ്ദം കൂടുതലായിരിക്കും. പക്ഷെ അത് ശരിക്കും ട്രാൻസ്മിഷൻ ചെയ്യണ പോലെ ഉള്ള സൗണ്ടാണ് ഫീൽ ചെയ്യുന്നത്. പവറൊക്കെ നല്ല എടുത്തു പോണ്ട്. ഞാൻ ഇതിന് മുന്നേ AMT ഓടിച്ചപ്പോഴുള്ള ഒരു ഫീലല്ല എനിക്ക് കിട്ടിയ. ഈ IVT ഓടിക്കുമ്പോ ഇത്തിരി കൂടിയും പുള്ളിങ് ഇനീഷ്യൽ പുള്ളിങ്ങും ആ ഒരു എടുത്തു പോണ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ മാനുവലിൽ അത്ര എത്തില്ലെങ്കിലും ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ആ GT മോഡിൽ ഇടുമ്പോ ആ ഒരു സൗണ്ടും അതൊക്കെ നല്ലൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ മാനുവലിന്റെ അത്ര എന്തായാലും വരില്ല. ബട്ട് എന്നാലും ആ ഒരു പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്മൈൽ എന്റെ മുഖത്ത് നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്മൈലാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അതെ അതെ. നമ്മൾ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ ഇപ്പൊ ഒരു ചോദ്യം കൂടി ഞാൻ നിന്നെ ചോദിക്കാണ്. യൂഷ്വലി മലയാളികൾക്ക് അറിയേണ്ടത് എത്ര മൈലേജ് കിട്ടും ഇതിന്? മൈലേജ് ഇത്തിരി കുറവാണ് ഏകദേശം. നമ്മളിപ്പോ സിറ്റി ഡ്രൈവിലൊക്കെ പോവാണെങ്കിൽ ഒരു 10-11 ഇടയ്ക്ക് ഏറ്റവും ലോ കിട്ടിയത് 9-8 കാണാം. പക്ഷെ അതെന്തോ സർവീസ് കൊടുക്കാണ്ടാവും. സർവീസ് കൊടുത്തപ്പോ ശരിയായ സംഭവം. പക്ഷെ ഹൈവേയിലൊക്കെ ആണല്ലോ ഒരു 15 അപ്പിന് പ്രാവശ്യം എങ്ങനെയോ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല 20 വരെ എത്തി. 20 എത്തുന്ന തന്നെ വലിയ കാര്യമാണ്. സാധാരണ 17-15 ഇടയിൽ കിട്ടുന്നുണ്ടായാലും ഹൈവേയിൽ NH-ലൊക്കെ പോവാണെങ്കിൽ അതാളം കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കൂടുതൽ. അത്രയായിരിക്കും മൈലേജിന്റെ കാര്യം. പിന്നെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് ഇത്തിരി പൊതുവെ കുറയും. അതാണ് വണ്ടി. ഇതിന്റെ മാനുവൽ ഉണ്ടല്ലേ? ഇതിന് മാനുവൽ ഉണ്ട്. അത് തുടക്കത്തിൽ വരുന്നുണ്ട്. HTK ആന്ന് തോന്നുന്നു. ആ വേരിയന്റ് ഉണ്ട്. കൊറേ വേരിയന്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഫുൾ പ്രാന്ത് പറഞ്ഞു. ജസ്റ്റ് ഞാൻ പറഞ്ഞു വേരിയൻസ് ഒക്കെ പഠിക്കാൻ വിചാരിച്ച് നോക്കിയപ്പോ എത്ര ഒരു ലോഡ് വേരിയൻസ് അത് തന്നെ പഠിച്ചിരുമോ അത് പറയുകയാണെങ്കിൽ തന്നെ ഈ വീഡിയോ തീരില്ല. ഒരു 2-3 ഓരോ രീതിയിലൊക്കെ നല്ലതാണ്. നമ്മുടെ കുറെ ആൾക്കാർക്ക് ടൈപ്പ് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഈ സെൽട്ടോസ് കൂടുതൽ വിറ്റ് പോകുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ട മോഡൽസ് അവർ ഇറക്കുന്നുണ്ട്. എല്ലാവർക്കും എന്താണ് ആവശ്യം. ഡീസീറ്റ് ഉണ്ട്, കംഫർട്ട്, പിന്നെ കുഴപ്പമില്ലാത്ത ഇങ്ങനെ മിഡിൽ ക്ലാസ് ഒക്കെ ഉള്ളപ്പോ ഇതുപോലത്തെ എഞ്ചിൻ ഉണ്ട്. പിന്നെ മാനുവൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാനുവൽ ഉണ്ട്. എല്ലാ വേരിയന്റിലും
കിയ ഒരു നല്ലൊരു ഇതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സെയിൽസ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്ര ചുരുങ്ങിയ ഒരു അളവിൽ ഇത്ര അധികം ഫേമസ് ആയ വേറെ കമ്പനി ഇല്ല. അതിപ്പോ പുതിയതാണ് കാരൻസ് ഇപ്പൊ ഇറങ്ങി കാരൻസ് ഇറങ്ങിയത്. ഇപ്പോഴും ഇനിയും കൂടുതൽ മോഡൽസ് ഇറക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കാർണിവല് അത് സത്യം പറയാലോ, ഇന്നോവ കാർണിവലിനെ ഇരുന്നുണ്ട്, ഓടിച്ചു നോക്കിയില്ല. പക്ഷെ ഇരുന്ന് മൊത്തത്തിൽ വ്യത്യാസം. കാർണിവൽ ശരിക്കും പറയാ കെടുന്നു പോകും, അത് ഇളകില്ല. ഇന്നോവ ഓരോ ലിമിറ്റ് കഴിഞ്ഞാൽ സ്പീഡ് കഴിഞ്ഞാൽ ഇത്തിരി നമുക്ക് ഫീൽ ചെയ്യാൻ നമ്മൾ സ്പീഡിൽ പോകണ്ടല്ലോ. ഇന്നോവ കാർണിവൽ ഇരിക്കുമ്പോ നമ്മള് ചിലപ്പോ 250 ഒക്കെ ആയിരിക്കും പോകണ്ട, പക്ഷെ നമ്മൾ അറിയില്ല. പരസ്പരം നോക്കിയിരിക്കും, അത്രയ്ക്ക് കംഫർട്ട്. ഇത്തിരി ഗ്രിപ്പ് ഫീൽ ചെയ്യും റോട്ടില്. നമ്മള് വാഗണർ സ്വിഫ്റ്റ് ഓടിക്കുമ്പോ ഒരു വ്യത്യാസം കിട്ടും. സ്വിഫ്റ്റ് ഓടിക്കുമ്പോ ഒരു ഇത്തിരി കൂടി ഗ്രിപ്പ് ഇടുന്ന പോലെയാണ് ഇന്നോവയും കാർണിവലും ഓടിക്കുമ്പോ. ഇത്തിരി ഗ്രിപ്പ് അടിക്കി ഇരിക്കണോണ്ട് നല്ല വിടുത്തുള്ള നല്ല ഗ്രിപ്പ് കംഫർട്ട്. നമ്മൾ വെറുതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയത് അപ്പനെ കണ്ട് ഓടിച്ച. നമ്മൾ മെയിനായിട്ട് ഇത് നമ്മൾ സെൽറ്റോസ് വാങ്ങുന്ന സമയത്ത് വെറുതെ നമ്മൾ ചോദിച്ചു നോക്കി അപ്പൻ. കാരണം നമ്മള് ആ വണ്ടി കുറെ കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് ചോദിച്ചപ്പോ സെയിൽസ് അവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാരാ, സർവീസ് ആയാലും എല്ലാം ടിപ്പ് ടോപ്പ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ റൈഡ് എന്നുള്ളതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിനി കിയ മാറ്റി എന്നാ ആദ്യത്തെ BM എടുക്കുന്ന ഒരു X5 അല്ലെങ്കിൽ X7. ഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇവൻ റിച്ച് ആയാൽ നമ്മൾ ഒന്നിച്ച് BM എടുക്കുന്നതായിരിക്കും. അതെ അതെ, ഒരു BM 5 സീരീസ് എടുക്കാം ഗൈസ്. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നമ്മുടെ ഈ കിയയുടെ അത്യാവശ്യം ഇതിന്റെ റിവ്യൂ എന്ന രീതിക്ക് നിങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റിവ്യൂസ് ഇത് ഇറങ്ങിയ ടൈമിൽ 2021 മോഡലാണ്, പുതിയ കിയ സെൽറ്റോസ് അല്ല, 2021 മോഡലാണ്. അപ്പൊ ഇതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ഇതെങ്ങനെയാണ് ഒരു ഓടിക്കുമ്പോൾ ഒരു ഫീല് എന്നൊക്കെ അറിയാനാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുമാത്രമല്ല, ഇപ്പോ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം ഹൈപ്പ് ചെയ്ത് നിൽക്കുന്നതാണ്. എല്ലാവരും ഇപ്പോ ഫ്രഷ് വണ്ടി എടുക്കണ കൂടുതൽ സെക്കൻഡ് വണ്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വല്ല ആവശ്യം അവര് ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു കംപ്ലൈന്റ് രീതി വരികയാണെങ്കിലും അത് ഓടിക്കണതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. റിവ്യൂ ആയിട്ടൊന്നും കണ്ട, ജസ്റ്റ് ഒരു യൂസർ എക്സ്പീരിയൻസ് പോലെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Shorty said she coming with a bag, with a stand, with a young, coming with a bag, with a